വെൽക്കം ബാക്ക് ടു Xylem Learning. It's me മുഫീദ. മക്കളെ, എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തി കഴിഞ്ഞല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ഫിസിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും, ഇത് മാത്രം പഠിച്ചു പോയാൽ മതി, ഇത്ര മതി എന്നൊക്കെ അല്ലേ. അപ്പൊ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ആദ്യം നമ്മൾ വർക്ക്, പ്രവൃത്തിയെ കുറിച്ച് അറിയണം. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് നടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ആൾക്കാർ വേണം. ഏതൊക്കെയാണ്? ഒന്നാണ് നമ്മളുടെ ഫോഴ്സും ഒന്നാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റും. എന്താണ് മക്കളെ? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ, ബലം, സ്ഥാനാന്തരം, ഈ രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് നടന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതപ്പം എന്റെ കയ്യിലൊരു ബോട്ടിൽ ഉണ്ട്. ഈ ബോട്ടിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഞാൻ എന്ത് ചെയ്യണം? നോക്കി നിന്നാ മതിയോ? പറ്റത്തില്ല. എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെ, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുക്കുകയാണ്, അല്ലെ, ഒരു പുഷ് കൊടുക്കുകയാണ്. ഒരു പുഷ് കൊടുക്കുന്നു. പുഷ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ ഫോഴ്സും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വർക്ക് നടന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. വർക്കിന് എന്ത് രണ്ട് ആൾക്കാർ വേണം? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്. മലയാളത്തിലാണെങ്കിൽ ബലവും സ്ഥാനാന്തരം. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് എവിടെ എങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളത്, അല്ലെ. ഏതൊക്കെയാണ് ഇക്വേഷൻസ് നോക്കാം. W സമം F ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആണ് W സമം M ഇൻറ്റു G ഇൻറ്റു എച്ച്, MGH നമ്മൾ പറയും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ? വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഫുൾ ഓഫ് കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ട്രിക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് കേസസിലാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരിക. ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ ഈ ട്രോളി ആള് നീക്കുന്നത് പോലെ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് ഒരു നിരപ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന വർക്കുകൾ ഉണ്ടല്ലോ, അല്ലെ. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഹോറിസോണ്ടൽ നടക്കുന്ന, അല്ലെ, നിരപ്പായി നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് W സമം F ഇൻറ്റു എസ്. എന്നാൽ താഴെയുള്ള ഒരു വസ്തുവിനെ മുകളിലേക്ക് വെക്കുന്നു, മുകളിലുള്ള ഒരു വസ്തുവിനെ താഴേക്ക് വെക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള മോഷൻസ് ആണെങ്കിൽ ഇനിയുള്ളത് കുത്തനെ ചെയ്യുന്ന വർക്കുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് W സമം MGH. ഇനി ഇതെങ്ങനെ മനസ്സിലാക്കുന്നു ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ നിങ്ങള് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മലയാളത്തില് സ്ഥാനാന്തരം അല്ലെങ്കിൽ നിരങ്ങി നീക്കി ഇതുപോലെയുള്ള വാക്കുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് W സമം F ഇൻറ്റു എസ്. എന്നാൽ ക്വസ്റ്റ്യനില് ഉയരം, ഹൈറ്റ്, റൈസ്ഡ്, ഉയർത്തി, ലിഫ്റ്റഡ് എന്നൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് W സമം MGH. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ വർക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, മെയിൻ ആള് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വേണം. ഓക്കെ, അത്ര കാര്യങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഏത് ഇക്വേഷൻ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഫോഴ്സ് ഓഫ് 50 Newton is applied continuously on a body and if undergoes a displacement. കണ്ടോ, ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ. ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നുകൂടെ വായിച്ചു നോക്കിയോളൂ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അവിടെ ഉണ്ടായിട്ടുള്ള വർക്ക് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എന്നത് കണ്ടതുകൊണ്ട് തന്നെ W സമം F ഇൻറ്റു എസ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാന്. അങ്ങനെയാണെങ്കിൽ F സമം 50 Newton ആണ് ആൻഡ് എസ് സമം എത്രയാണ്? 2 മീറ്റർ ആണ്. സോ സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? 50 ഇൻറ്റു 2 സമം എത്രയാണ്? 100 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഹിയർ ജൂൾ ഈസ് എ യൂണിറ്റ് ഓഫ് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോളൂ. 100 കിലോ മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ, എത്ര മീറ്റർ ഉയർത്താൻ?
1 മീറ്റർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് ഉയർത്താൻ, അല്ലെങ്കിൽ എന്താണ് മക്കളെ ലിഫ്റ്റ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. W=mgh എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 100 കിലോ ആണ്. ജി എത്രയാണ്? സൂപ്പർ ആണല്ലേ. സാധാരണ 9.8 എടുത്തിട്ട് ചെയ്യണമായിരുന്നു, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ 10 എടുത്തോളൂ അല്ലെ. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയാണ്. 10 തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ W=100 × 10 × 1 ചെയ്താൽ we will get 1000 ജൂൾ എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. എത്ര സിമ്പിൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇതാ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൊടുക്കേണ്ട ഇക്വേഷൻസ് മനസ്സിലായല്ലോ. ഓക്കെ, റെഡി? അപ്പം ഇനി മനസ്സിലാക്കേണ്ട കാര്യം ടൈപ്സ് ഓഫ് വർക്കാണ്. പലവിധം പ്രവൃത്തികളുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇതെല്ലാവരും തെറ്റിക്കുന്നു. നിങ്ങളെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് 2 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ടൈപ്സ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് നോക്കിയോളൂ. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും. എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും? എന്താണ് സംഭവം എന്ന് നിങ്ങളോട് നമുക്ക് നോക്കാം. ഇവിടെ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫോഴ്സ് കേട്ടോ. ഫോഴ്സ് അതായത് ബലം. ഈ ബ്ലൂ എന്ന് പറയുന്നത് അതിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ ഫോഴ്സ് ആണ്. ഇവിടെ ആണെങ്കിലോ ഡിസ്പ്ലേസ്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ ചിത്രത്തിൽ ഫസ്റ്റില് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഭാഗത്താണ്, അതായത് ഒരേ ഡയറക്ഷനിലാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ നമുക്ക് പറയാം അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് പ്രവൃത്തി അല്ലെങ്കിൽ നെഗറ്റീവ് വർക്ക്. നോക്കിക്കോ മക്കളെ, എന്താണ് സംഭവം നോക്കിയോ. ഇതാ ഇവിടെ ഒരു കുട്ടി ടേബിൾ തള്ളുന്നുണ്ട് അല്ലെ. കുട്ടി ടേബിൾ തള്ളുകയാണ്. തള്ളുമ്പോ ഫോഴ്സ് ഇതാ ഇതേ ഡയറക്ഷനിലാണ്, ആൻഡ് ടേബിൾ നീങ്ങുന്നതും ഇതേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുട്ടി ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. ഇനി അതുപോലെ തന്നെ ടേബിൾ ഇതാ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാ ഉണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും കൊടുക്കുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ രണ്ടുപേരും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. കാരണം ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രം നമുക്ക് തെറ്റിക്കാതെ എഴുതാൻ പറ്റുള്ളൂ. എല്ലാവരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പോവാം. റൈറ്റ് ഡൗൺ വെദർ ദ വർക്ക് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. താഴെ കുറെ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ എന്ന് തരംതിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? The work done by the force of gravity on a stone when it is thrown up. ഒരു കല്ലിനെ മുകളിലേക്ക് എറിയുമ്പോൾ, ഒരു കല്ലിനെ ഞാൻ മുകളിലേക്ക് എറിയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പല കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ? കല്ല് നമ്മൾ ഫോഴ്സ് നമ്മൾ മുകളിലേക്കല്ലേ കൊടുക്കുന്നേ അല്ലെ, അങ്ങനെയൊക്കെ ആലോചിക്കും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഇവിടെ പ്രസക്തി ഇല്ല. കല്ലിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ഫോഴ്സിനെ കുറിച്ച് ഇവിടെ ചോദിച്ചിട്ടില്ല. നമ്മളോട് ഒറ്റ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഗുരുത്വാകർഷണം. ആരാണ്? നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. നമ്മൾ കല്ല് മുകളിലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് ഉണ്ട് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, കല്ല് മുകളിലേക്കല്ലേ പോവാ. കല്ല് എങ്ങോട്ടാണ് നീങ്ങുന്നത്? മുകളിലോട്ടാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടാണ്? എപ്പോഴും അതെപ്പോഴും താഴേക്കാണ്. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ നെഗറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് വർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേർഡ്. ഒരു കല്ലിനെ നമ്മൾ മുകളിലേക്ക് എറിയാണ്. ഓക്കെ, കല്ല് വരട്ടെ. ഓക്കെ, കല്ലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കല്ലിനെ നമ്മൾ മുകളിലേക്ക് എറിയും. കല്ലിനെ മുകളിലേക്ക് എറിയണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കണം അല്ലെ. സോ നമ്മുടെ ഫോഴ്സ് മുകളിലോട്ടാണ്, കല്ലും മുകളിലോട്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അല്ലെ. ഞാൻ ഇങ്ങോട്ട് എറിയുന്നു, കല്ലിത മുകളിലേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ് പ്രവൃത്തി, കാരണം രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി. നമ്മള് ഒരു ഇംഗ്ലീഷ് മീഡിയം കേട്ടോ. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ ഓൺ ദി ഒബ്ജെക്ട് വൈൽ ലിഫ്റ്റിംഗ് ഇറ്റ്. ചിത്രം വരക്കാം അല്ലെ? ഓക്കെ, ചിത്രം വരയ്ക്കാൻ നമുക്ക് ഇതാ ഒരു ബോക്സിന് എന്ത് ചെയ്യാണ്, ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പൊക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഒരു വലിയൊരു ബോക്സ് ആണ്. നമ്മൾ ക്രെയിൻ, ഇതാ ഒരു ക്രെയിൻ, വലിയൊരു ക്രെയിൻ ഉണ്ട് കേട്ടോ. ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനിങ്ങനെ പൊക്കാണ്. അപ്പൊ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് അല്ലെ ക്രെയിൻ എന്ത് ചെയ്യണം, എന്താ മുകളിലേക്ക് ഇങ്ങനെ ക്രെയിന് ഫോഴ്സ് കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലോട്ട് വരുള്ളൂ. ആൻഡ് ക്രെയിൻ നമ്മളുടെ ബോക്സ് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലായത് കൊണ്ട് തന്നെ ദിസ് ഈസ് എ പോസിറ്റീവ് വർക്ക്, പോസിറ്റീവ് പ്രവൃത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം പ്രവൃത്തി അല്ലെ, ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഉയർത്തുന്ന സമയത്ത് ബോക്സ് എന്താ ചെയ്യുന്നത്, ബോക്സ് മുകളിലേക്ക് പോകില്ലേ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്, മുകളിലേക്ക്. പക്ഷെ ഗുരുത്വാകർഷണ ബലം ഇസ് ഓൾവേസ് താഴേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഒന്ന് വായിച്ചു നോക്കിയോ. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഇസ് ഫാളിംഗ് ഡൗൺ. ഓക്കെ, ഒരു തെങ്ങ്. ഓക്കെ, തെങ്ങ് ഇതിലെന്തുണ്ട്, കുറെ തേങ്ങയുണ്ട്. തേങ്ങ എന്ത് ചെയ്യാണ്, താഴേക്ക് വീഴാണ്. ഓക്കെ, തേങ്ങ താഴേക്ക് വീഴുമ്പോ എന്താണ്, തേങ്ങ താഴേക്ക് വീഴുമ്പോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, താഴേക്ക്. ഗുരുത്വാകർഷണ ബലം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിന്റെ ഡയറക്ഷൻ ഇസ് ഓൾവേസ് ഡൗൺവേർഡ്. അപ്പം ഇതിന്റെ പ്രവൃത്തി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാ. ഹോംവർക്ക് ആണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാത്രമല്ല എക്സാം ഇതാ വന്നെത്തി കഴിഞ്ഞു. അപ്പൊ ഫിസിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.